ഇന്ന് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് യോഗ എന്നത്. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന അഷ്ടാംഗ യോഗ എന്നതാണ് നാം ഇന്ന് യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നീ 8 അംഗങ്ങൾ ചേർന്നതാണ് യോഗ എന്നത്. യോഗ എന്നത് വെറുമൊരു വ്യായാമമുറ മാത്രമല്ല, അതൊരു ജീവന കലയാണ്. വേദങ്ങൾക്കും ഒക്കെ മുൻപ് തന്നെ മനുഷ്യൻ അനുഷ്ഠിച്ചു പോയിരുന്ന ഒരു ജീവന രീതിയാണ് യോഗ എന്നത്. യുജന്തി ഇത് യോഗ എന്നാണ് സംസ്കൃതത്തിൽ യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഏകീകരിച്ച ഭാവം എന്നതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് സംവിധാനങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകളെല്ലാം നിർവഹിച്ചുള്ള പങ്കിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ജനകീയ പങ്കാളിത്തം ഇന്നിവിടെ കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെയും ആത്മാവിൻ്റെയും മനസ്സും എല്ലാം കൂടി ഒത്തിണക്കി ഒരു പോയിന്റിൽ എത്തിക്കുന്നതിനുള്ള, ഒരു കേന്ദ്രത്തിൽ എത്തിക്കുന്നതിനുള്ള ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് യോഗ. നമുക്ക് യോഗയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അത് അഭ്യസിക്കുന്ന ആളുകളാണ് പരമാവധി. രാജഗോപാലാണെങ്കിലും ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. പെരുമ്പാന്ന് ഒരുപാട് പേര് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരെല്ലാം യോഗയുടെ ആൾക്കാരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, നമ്മുടെ ആശുപത്രിയിൽ ഇങ്ങനൊരു സൗകര്യമുള്ളപ്പോൾ ആ സൗകര്യം പ്രയോജനപ്പെടുത്തണം എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിലെല്ലാം ഉള്ള ഒരു വിദ്യാധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ആലോചന ഇരിക്കുന്നത്. യോഗ തടി കുറയ്ക്കാനുള്ള ഉപാധിയാണ് എന്ന ഒരാലോചന എൻ്റെ മനസ്സിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചിന്തിച്ചത്. ഇവിടെ വന്നപ്പം എൻ്റെ മാത്രം ആലോചനയല്ല, പലരുടെയും ആലോചന അതാണെന്ന് ഇവിടെ ഇരിക്കുന്ന പലരെയും കണ്ടപ്പോൾ എനിക്ക് തോന്നി. സുധീരയ്ക്ക് അടക്കമുള്ളത് അവരെല്ലാം റോൾ മോഡൽ നമ്മുടെ ഇൻസ്ട്രക്ടറാണ്. അവരെല്ലാം യോഗയ്ക്ക് വന്ന് ചേർന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്ട്രക്ടറെ പോലെ ആയിത്തീരും എന്നുള്ള നിലയിൽ ആകും ഭാവി എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. എന്നാൽ യോഗ ഒരു ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചത് അത് മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണമാണ്. അതിന് പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് യോഗയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു എനിക്ക് തോന്നുന്നത് നമ്മുടെ ആശുപത്രികളുമായി ബന്ധപ്പെടുത്തി അത് നടത്തുന്നത് തന്നെ അതൊരു ആരോഗ്യ പരിപാലനവും ഒരു ചികിത്സാ രീതി ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അടുത്ത പരിപാടി ഹോമിയോ ആശുപത്രികളുടെ അവർക്കുണ്ട് യോഗ. അപ്പോഴേക്ക് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഇത്തരം ചികിത്സാ രീതികൾ നമുക്ക് മരുന്ന് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ചികിത്സാ രീതി എന്നുള്ള നിലയിലാണ് യോഗയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അതാണ് നമ്മുടെ യോഗയുമായി ബന്ധപ്പെടുത്തി ഇത്ര ജനകീയ സ്വഭാവം ഇതിന് കൈവന്ന ഒരു കാലം. ആയുർവേദ ഡിസ്പെൻസറി വഴി യോഗയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രവർത്തനമാണ് ഈ അവസരത്തിൽ. അതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 ബാച്ചിലായിട്ട് 90ഓളം പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. അതിൽ ഓരോ ബാച്ച് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പുതിയ ആൾക്കാരെയാണ് വീണ്ടും സെലക്ട് ചെയ്യുന്നത്. അപ്പം അത് കൂടുതൽ ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുൻപ് കഴിഞ്ഞ ആൾക്കാർക്ക് വീണ്ടും വന്ന് ഇത് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മൾ അവരോട് പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇതെല്ലാം ഒന്നുകൂടെ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അപ്പോഴും നമ്മുടെ ഡിസ്പെൻസറിയിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഈ അവധിക്കാലത്ത് ആശുപത്രിയിൽ വെച്ച് കുട്ടികൾക്കായിട്ടൊരു അവധിക്കാല യോഗ ക്ലാസ്
തീരുമാനിക്കുകയുണ്ടായി. അത് നമ്മളൊരു 15 പേരെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും 30 കാണുമ്പോൾ സത്യത്തിൽ വളരെ സന്തോഷമാണ്. നീതി ഡോക്ടർ നിങ്ങളുടെ ഇടയിലേക്ക് എത്ര ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ മുഖങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നു. അപ്പോൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഡോക്ടർ തന്നെ വിചാരിച്ചാൽ പറ്റില്ല. അതിന് നല്ല സപ്പോർട്ടാണ് HMCയുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ആശാ വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിലുപരി ഈ എപ്പോഴും നമുക്ക് മടിയാണ് വരാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് മടിയൊന്നും ഇല്ലാതെ ഇന്ന് ഈ ഓപ്പൺ സ്റ്റേജിൽ വന്ന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കാണിച്ചൊരു വലിയ മനസ്സ്, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ സഹായങ്ങളും ചെയ്യുന്ന പഞ്ചായത്തിനും എന്താ പറയുന്നത്, ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഈ ഡോക്ടർക്ക് നിങ്ങളുടെ സഹായം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്. ഇനി ഇതുപോലെ പല സ്ഥലത്തും ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, യോഗ ദിന ആഘോഷങ്ങൾ. പക്ഷെ ഇത്രയും പബ്ലിക് പങ്കെടുത്തുകൊണ്ടുള്ള വേറൊരു സ്റ്റേജ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം കൂടുതലായിട്ട് സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അപ്പൊ ഈ പബ്ലിക്കിനെ പങ്കെടുത്തുകൊണ്ട് ഇത്രയും ഭംഗിയായ ഒരു എന്താ പറയുന്ന പരിപാടി സംഘടിപ്പിച്ച എന്താ പറയുന്ന ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർമാർക്കും പഞ്ചായത്തിനും ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഞാൻ ആശംസകൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും കൃത്യമായി യോഗ ക്ലാസുകളിൽ പങ്കെടുക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. അവരുടെ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള യോഗങ്ങളിലൂടെ പങ്കുവയ്ക്കുമ്പോൾ തുടർന്നും അതിലേക്ക് താല്പര്യമുണ്ട്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടെ ജനപ്രതിനിധികളായാലും മറ്റ് ജോലികളിൽ, പ്രത്യേകിച്ച് പ്രഷറുള്ള ജോലികൾ ചെയ്യുന്നവരാണ് കൂടുതൽ. അവരുടെ മാനസികമായിട്ടുള്ള പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ മാനസികമായി അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കുറച്ച് അവർക്കുള്ള ടെൻഷൻ അടക്കം അല്ലെങ്കിൽ അവർക്ക് ഈ സമൂഹമായി ബന്ധപ്പെട്ട് പോകുമ്പോഴുണ്ട്. നേരത്തെ പറഞ്ഞ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലും അതുപോലെ പഞ്ചായത്ത് ചേർന്നുകൊണ്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ കോവിഡിന് ശേഷം നമുക്ക് നമ്മുടെ പഞ്ചായത്തിലുടനീളം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും അതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ജീവിതശൈലി രോഗങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ 2 ഹോസ്പിറ്റലുകളിലും യോഗ ഹാളുകൾ ആരംഭിക്കുകയും അതുപോലെ തന്നെ യോഗ ഇൻസ്ട്രക്ടർമാരെ നിയമിച്ചുകൊണ്ട് കൃത്യമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ താഴെ തട്ടിൽ വരെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ നമ്മുടെ ഇൻസ്ട്രക്ടർമാരെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ നല്ലവരായ എല്ലാ സഹോദരങ്ങളും ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വാർഡിൽ ഞാനൊരു വാർഡ് മെമ്പർ എന്നത് ഉപരി ഒരു ആശാവർക്കറാണ്. അപ്പോൾ ആശാവർക്കറായിട്ട് ഞാനെൻ്റെ ജോലി ചെയ്യുമ്പോൾ എല്ലാ വീടുകളിലും കയറിയിട്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ പറയുകയും അതായത് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ജോലി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലെ വ്യായാമത്തെ പറ്റി പറയണം. നമുക്ക് അതിനൊക്കെ നിർദ്ദേശങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഏജ് കഴിയുന്ന സമയത്ത് നമുക്ക് നല്ല ബോഡി പെയിനും നമുക്ക് വേദന ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിൽ നല്ല ശരീരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ലൊരു അവസ്ഥ, രോഗമില്ലാതെ ജീവിക്കും. അതിൻ്റെ എന്തൊരു അനുഭവം പറയാം. എനിക്കൊരു മാസമായിട്ട് പരിപാടിക്കുന്നത് നല്ലൊരു ഭാഗം മരുന്ന് വാങ്ങാനായിട്ട് ചെലവഴിക്കുന്ന വ്യക്തിയാണ്. ഏകദേശം ഒരു 20,000-ഓളം രൂപ മരുന്ന് വാങ്ങാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ വരുമാനത്തിൽ ചെലവഴിക്കുന്നു. വലിയൊരു ചിലവ്. പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ യോഗ പരിശീലനം ഏത് പത്രം നമ്മളെ മലയാളത്തിലുണ്ടാവാം, വിളിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ രജിസ്റ്റർ ഇനി റൊട്ടേഷൻ ആണ്. 5 തവണ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ 5 തവണ, അതായത് 5 വരെ എണ്ണുമ്പോൾ നമ്മൾ വലത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, 6 മുതൽ ഇടത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. കണ്ണടയ്ക്കാൻ പാടില്ല. 1, നമ്മുടെ കഴുത്തൊരു കുഴമ്പിക്കല്ല് പോലെ. 2, 3, 4, 5. വളരെ പതുക്കെ ചെയ്യേണ്ടതാണ്. ഇനി തിരിച്ച് 6, 7, 8, 9 and 10. ഇനി അടുത്തത് നമ്മുടെ ഷോൾഡറിനുള്ള വ്യായാമമാണ് ഷോൾഡർ റൊട്ടേഷൻ. അതിനായിട്ട്
അഞ്ച് തവണ മുന്നിലേക്കും അടുത്ത 5 തവണ പിന്നിലേക്കുമാണ്. അപ്പോൾ 6 പറയുമ്പോൾ തിരിച്ച് പിന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. 1 ഒരുമിച്ച് 2 3 4 5 ഇനി തിരിച്ച് 6 7 8 9 and 10. ഇനി അടുത്തത് നമ്മുടെ റിസ്റ്റ് ജോയിന്റിനുള്ള എക്സസൈസ് ആണ്. അത് റൊട്ടേഷൻ തന്നെ. 5 തവണ വലത്തേക്കാണെങ്കിൽ 5 തവണ ഇടത്തേക്ക്. കൈ മുന്നേക്ക് നീട്ടി പിടിച്ച ശേഷം 1 2 3 4 5 തിരിച്ച് 6 7 8 9 and 10. ഇനി അടുത്ത നമ്മുടെ ഫിംഗേഴ്സിന് 7 8 9 and 10. സൈഡ് ബൈ സ്ട്രെച്ചിങ് ആണ്. അതിനായിട്ട് നമ്മുടെ ചെവി ഷോൾഡറിൽ ടച്ച് ചെയ്യുക 2 വശത്തേക്കും. 1 2 3 4 5 6